ഫ്രണ്ട്സ്, ഇന്നലെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അനൂപിന്റെ വീട്ടിലാണ് വന്നത് കേട്ടോ. അനൂപിന്റെ വീട്ടിൽ നിൽക്കുമായിരുന്നു നമ്മൾ. ഇന്ന് എവിടെ പോവാ? ഇന്നിവിടെ എന്തോ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. ഹലോ പറഞ്ഞോ. ഹലോ ഹലോ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പം ഏകദേശം ഉച്ചയായി. ഞങ്ങൾ പതുക്കെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റിലാക്സ് ചെയ്തിട്ടാണ് പോകുന്നത്. നമുക്കങ്ങനെ ഓടിപ്പിടച്ചുള്ള പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അപ്പം അനൂപ് ഒരു ഹായ് പറഞ്ഞു. നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോകുന്നത്? വെസ്റ്റ് ഫോർട്ട് ഹൗസ്. ഓക്കെ. അവിടെ നമുക്ക് പിള്ളേർക്ക് ഒരു മിനി വീഗാലാൻഡ് പോലെ കുഞ്ഞു കളിക്കാനും നല്ലൊരു സ്ഥലം. ഓക്കെ. വെസ്റ്റ് ഫോർട്ട് ആണോ? വെസ്റ്റ് പോർട്ട്. ഓക്കെ ഓക്കെ. നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ നോക്കാം. ഇന്നലത്തെ പരിപാടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പരിപാടി അടിപൊളിയല്ലായിരുന്നു. പരിപാടി നമ്മള് അടിച്ചു പൊളിച്ചു. നല്ല വൈബായിരുന്നു. നമ്മള് ശരിക്കും എൻജോയ് ചെയ്തു. വന്നവർക്കെല്ലാം താങ്ക്സ് അല്ലേ? വന്നവർക്കെല്ലാം താങ്ക്സ്. എല്ലാരും എൻജോയ് ചെയ്തു. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് പോയി വെസ്റ്റ് പോർട്ടിലെ വിശേഷങ്ങൾ നോക്കാം അല്ലേ ഇനി? ഓക്കെ. നല്ല അടിപൊളി വെതറാണേ. നല്ല ഡേ ആണ് കേട്ടോ. ക്ലൗഡിയാണ്, പക്ഷെ അധികം തണുപ്പില്ല. ചെറിയൊരു വിൻഡുണ്ട്, പക്ഷെ അധികം തണുപ്പില്ല. പിള്ളേർക്കൊക്കെ നോർമൽ ഡ്രസ്സൊക്കെ മതി. എന്തോ നിങ്ങൾ കളിക്കുന്നത്? എന്തുപടി? ഓ, ത്രോ ചെയ്യുവോ? പിള്ളേർക്ക് അവിടെ എൻജോയ് ചെയ്യാം അല്ലേ? നമുക്ക് ഒരു ബാൻഡ് അങ്ങ് എടുക്കാം. ആ. ഫ്രണ്ട്സ്, നമ്മളപ്പോൾ എത്തിയേക്കുന്നത് വെസ്റ്റ് പോർട്ട് ഹൗസിലാണ് കേട്ടോ. അപ്പം ഇവിടെ വന്നിട്ട് ഇന്ന് നല്ല തിരക്കുണ്ടല്ലേ ബ്രോ? ഇച്ചിരി ബിസിയാണ് ഇന്നിപ്പോ. ഒന്നാമത് വെതർ അടിപൊളി വെതറാണ്. അപ്പൊ ആൾക്കാര് പിന്നെ ആഫ്റ്റർനൂൺ അല്ലേ എല്ലാരും ഇറങ്ങുന്നേ. ഒരു 2 o'clock സമയമാകുമ്പോ. അപ്പൊ നല്ല വെതറാണ്. പോയി നോക്കാം നമുക്ക് എന്തായാലും. എത്തി. ആർ യു എക്സൈറ്റഡ്? അവന് വ്ലോഗൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ആണോ? ഭാവിയിലെ വ്ളോഗറാണോ? ഭാവിയിലെ വ്ളോഗറാണോ? വ്ളോഗിങ് ഇഷ്ടമാണോ? ഇഷ്ടമാ? ആരാ ഫേവറേറ്റ് വ്ളോഗർ? അല്ല അല്ല അല്ല. അവൻ എന്നിട്ട് ആലോചിച്ചിട്ട് ആന്ന് പറയുന്നത്. ടിക്കറ്റ് ഉണ്ടല്ലേ? ഇല്ല, ഞങ്ങൾ എടുക്കാം ബ്രോ. ഫുൾ അനൂപ് ബ്രോ ചെലവ് ചെയ്യുമെന്നാണ് പറയുന്നത് കേട്ടോ. ഫുൾ ടിക്കറ്റ് ഒക്കെ അനൂപ് ബ്രോ ഇത് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? സെൻഡ് ചെയ്യാം. ഫ്രണ്ട്സ്, ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റുകൾ. ഇതിൽ ഓരോ ടൈപ്പ് കോംബോകളാണ്. നെറ്റ് പാർക്ക് കോംബോ, അതിനകത്ത് മെയിൻ നെറ്റ് പാർക്ക്, ക്ലൈംബിംഗ് ടവർ, ജൈൻറ്റ് സ്ലൈഡ്സ്, ഫുഡ് ഓർ ഡിസ്ക് ഗോൾഫ്, അങ്ങനെ അത് ഓരോന്ന് ഇവർ കാണിച്ചിട്ടുണ്ട് എന്താ അതിൻ്റെ ഇതെന്ന്. ഇപ്പം ക്ലൈംബിംഗ് ടവർ എന്ന് വെച്ചാൽ ഇങ്ങനെ ക്ലൈംബ് ചെയ്യണം. അതുപോലെ ഇങ്ങനെ ഫുഡ് അല്ലെങ്കിൽ ഡിസ്ക് ഗോൾഫ്. നെറ്റ് പാർക്ക് എന്ന് വെച്ചാൽ നെറ്റിൻ്റെ അകത്ത് കൂടെ ഒരു പാർക്ക് പോലെ നെറ്റിൻ്റെ അകത്ത് കൂടെ ഉള്ള ആക്ടിവിറ്റി ആയിരിക്കും. പിന്നെ ജൈൻറ്റ് സ്ലൈഡ്സ്. അപ്പോൾ അതിന് ഓരോന്നിനും ഓരോ റേറ്റാണേ. ഇത് €29, €50. പിന്നെ കുറച്ചുകൂടെ വലുതാകുമ്പോൾ ടോഡ്ലർ കോംബോ ആകുമ്പം ഇത് ചെറുതാണ്, കുറച്ചുകൂടെ ചെറുത് €13. പിന്നെ കുറച്ചുകൂടെ വലുതുണ്ട്, വലിയ അഡൽസിനൊക്കെ ചെയ്യാൻ പറ്റുന്ന €40. പിന്നെ ഏരിയൽ ട്രക്കിംഗ് കോംബോ എന്ന് പറഞ്ഞാൽ €27 അങ്ങനെ വരണം. അങ്ങനെ ഡിഫറെൻറ്റ് കോംബോയാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവരുടെ ടിക്കറ്റ് റേറ്റ്. അപ്പോൾ ഞങ്ങൾ ഇതാണ് എടുക്കുന്നത്. ഫ്രണ്ട്സ്, ഇവിടെ എല്ലാം ഭയങ്കര വൈബാണ്. ഇവിടെ എല്ലാം ആൾക്കാരിരുന്ന് ഡ്രിങ്ക് ചെയ്യുകയും പിള്ളേരെ കളിക്കാൻ വിടുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ നോക്കിയ ഈ ലൊക്കേഷനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല അടിപൊളി വൈബാണ്. അവിടെ ഫുള്ള് ബിയറിൻ്റെ ഒക്കെ ഷോപ്പുകളാണ് അതിനകത്ത്. ഫ്രണ്ട്സ്, നമ്മൾ ഇവിടുന്ന് കഴിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ. എന്ന് വെച്ചാൽ ചെറിയ സ്നാക്സുകൾ പോലെ. ഇനിയിപ്പോൾ ഞങ്ങൾ അകത്തോട്ട് കയറുവാണേ. നമ്മുടെ പണ്ടത്തെ വോക്സ് വാഗണാന്ന് തോന്നുന്നല്ലേ?
സെറ്റാക്കി വെച്ചേക്കും. ഭാഗത്തോട്ട് കയറണം. ഫസ്റ്റ് സാൻഡ് പിറ്റാണ് കേട്ടോ. ഇവിടെ മണ്ണിൽ കളിക്കേണ്ട കുട്ടികൾക്ക് മണ്ണിൽ കളിക്കാം. അപ്പോൾ അതിനുള്ള കുറച്ച് ആക്ടിവിറ്റിയും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. സാൻഡ് പിറ്റ്. കുഞ്ഞൂസിന് അവിടെ സാൻഡിൽ കളിക്കണ്ട, സാൻഡ് പിറ്റിലൊന്നും കളിക്കണ്ട. കുഞ്ഞൂസിന് ഇതേ ഇവിടുത്തെ നെറ്റ് പാർക്കിൽ കയറിയാൽ മതി എന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അതേ ഈ ഉള്ളത് നെറ്റ് പാർക്കാണ്. ഇത് ഫുള്ള് നെറ്റ് വെച്ചിട്ടുള്ള വലിയ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെക്കുക. ഫുള്ള് സേഫാണ്. അപ്പോൾ പിള്ളേർക്ക് ഇതിൻ്റെ അകത്തെല്ലാം കയറി കിടന്ന് ചാടാം. അപ്പോൾ അതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയി നോക്കാം കേട്ടോ. കുഞ്ഞു കുഞ്ഞു വാ, ഡാഡി പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. ഇങ്ങ് വന്നേ. ഫ്രണ്ട്സ്, ഇതിലെ റൂൾസ് എന്താണെന്ന് വെച്ചാൽ സ്റ്റെയറിൽ കൂടെ നമ്മൾ മേലോട്ട് കയറി പോവുക കണ്ടോ. എന്നിട്ട് തിരിച്ചിറങ്ങുന്ന എല്ലാം സ്ലൈഡ് പോലത്തെ അതിൽ കൂടെ സ്ലൈഡ് ചെയ്ത് തിരിച്ചു വരണം. കെയർഫുൾ കുഞ്ഞു കേട്ടോ, വെരി കെയർഫുൾ. അതാ അതാ ഇത് കൊള്ളാമേ, ഫണ്ണാണേ. ചാടുമല്ലാണോ കിടന്ന്. ഫ്രണ്ട്സ്, ഇത് ഭയങ്കര ഫണ്ണാണ്. ഇതുവഴി നമുക്ക് വെയിറ്റ് കൂടുതലായതുകൊണ്ട് നമുക്ക് നടക്കാൻ പാടാണേ. ഇത് കണ്ടോ, ഇത് ഭയങ്കര സേഫാണ്. എന്ന് വെച്ചാൽ പിള്ളേരെങ്ങും പോകത്തൊന്നുമില്ല. പിന്നെ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ബാലൻസ് എല്ലാം പോകും കേട്ടോ. ആൾക്കാർ കിടന്ന് ചാടുന്ന നോക്കി ഓടിപ്പോവാ. ദേ അതുവഴി പിക്കും. ഇനി ഇതുവഴി അങ്ങോട്ട് പോകണം കേട്ടോ. നമുക്ക് ദേ അങ്ങോട്ട് വഴിയുണ്ട്. അപ്പോൾ അതുവഴി അങ്ങോട്ട് പോകണം. ഇതിങ്ങനെ താഴോട്ട് നോക്കിയാൽ നമുക്ക് പേടിയാവേ. കാരണം അടിയിൽ നോക്കിയേ ഫുള്ള് നല്ല ആഴമാണ്. പക്ഷെ ഏതാ ആർക്കാ? അനൂപിനോ? അവള് കേറിയാനെ. അവൾക്ക് ഇഷ്ടം ഇങ്ങനത്തെ. നോക്കാം. ഇത് ഓരോന്നും ഓരോ ടൈപ്പാണേ. സംഭവം കൊള്ളാം കേട്ടോ. താഴെ ട്രാംപോളിൻ പോലെ ഒരു ജമ്പിങ്ങിന്റെ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ ചവിട്ടി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്ററാണ്. പക്ഷെ ഇത് നല്ല ബാലൻസ്, ഇങ്ങനെ നമ്മുടെ ബാലൻസ് പോകും നമ്മൾ നടക്കുമ്പം. ഓരോന്നും ഓരോ ടൈപ്പാ കേട്ടോ. കൊള്ളാം. ഇത് അങ്ങ് വരെ പോണമല്ലോ. ഫണ്ണാ, കൊള്ളാ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോ നമുക്കൊരു പേടി വരുവേ. ആടുമല്ലോ, എന്തായാലും ആടും. നോക്കേ, ജമ്പ് ചെയ്തേ. ഫുള്ള് ജമ്പിങ്. ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട് കേട്ടോ. സിപ്പ് ലൈൻ ഇതാ വരുന്ന. ഇവിടുന്ന് സിപ്പ് ലൈൻ ഇങ്ങനെ ആൾക്കാർ സിപ്പ് ലൈനിൽ കൂടെ കയറി പോകുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇനി ഇവിടെ ഇപ്പം ക്ലൈംബിംഗ് ടവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഏരിയൽ ട്രക്കിങ്, ജയൻറ്റ് സ്ലൈഡ്സ്, പിന്നെ സിപ്പ് ലൈൻ. സിപ്പ് ലൈനിൽ കൂടെ ഒക്കെ ഇങ്ങനെ ആൾക്കാർ പോകുന്നത് കാണാൻ പറ്റും. ഇവിടെ ഒരു സിപ്പ് ലൈൻ എൻ്റെ ഇടയിൽ കൂടെ ഉണ്ട്. ഇവിടെ ഏരിയൽ ട്രക്കിങ്ങിന് വേണ്ടിയുള്ള ആൾക്കാർ നിൽപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ കോംബോയിൽ ഏരിയൽ ട്രക്കിങ്ങും ഒന്നുമില്ല. ഇനിയിപ്പം നമ്മുടെ കോംബോയിലുള്ളത് ഈ ക്ലൈംബിംഗ് ടവറാണ്. ഫ്രണ്ട്സ്, ഈ കാണുന്ന ക്ലൈംബിംഗ് ടവറിൽ പിള്ളേർ കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് കയറാം. അതുകൊണ്ടായിരിക്കും അത് മറ്റേത് അവർ ആളില്ലാഞ്ഞത്. കാരണം ആൾക്കാർ തിരക്ക് കൂടുമ്പോഴായിരിക്കും ചിലപ്പോൾ മറ്റേ ക്ലൈംബിംഗ് ടവർ ഓപ്പൺ ആവുന്നത്. അപ്പോൾ നമ്മുടെ കോംബോയിൽ ഇനി ജൈൻ സ്ലൈഡ് ഉണ്ട് കേട്ടോ. ഇതാണ് ജൈൻ സ്ലൈഡ്. ഇത് വൻ സെറ്റപ്പാന്ന് തോന്നുന്നത്. ഇതിൽ മിക്കവാറും ഞാൻ പോകത്തില്ല. എനിക്കിഷ്ടമല്ല ഇങ്ങനത്തെ സാധനങ്ങൾ. ഇല്ല, ഞാനൊരു അഡ്വഞ്ചർ പേഴ്സൺ അല്ലേ. പിന്നെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കയറുന്നതേ ഉള്ളൂ. ഈ ജയൻറ്റ് സ്ലൈഡ് കണ്ടോ, ഇവിടെ വന്നാണ് ലാൻഡ് ചെയ്യുന്നത്. ഇത്രയും വലുതാണേ. അവിടെ നിന്നാണ് പോകുന്നത്. വലിയൊരു ജയൻറ്റ് സ്ലൈഡാണേ. ഫ്രണ്ട്സ്, ഞാൻ പോകുന്നില്ല കേട്ടോ. ഞാൻ താഴെ ചെന്ന് നിൽക്കാം വീഡിയോ എടുക്കാൻ. ലിൻസിക്ക് കയറാൻ പറ്റത്തില്ല. ലിൻസിക്ക് ഫുള്ള് പാൻറ് ഇടണം എന്ന് പറഞ്ഞു. അപ്പം പോയി, ഒരാൾ പോയി. എങ്ങനെയുണ്ട്?
എന്തി അവരേതിലാ വരുന്നേ? അവര് എനിക്ക് ഇതിലാ വന്നേ. ഇത് നോർമൽ ഇതാ, മറ്റേത് കേട്ടോ വലുത് അതാന്ന് തോന്നുന്നു, വലിയവർക്കല്ലേ മുകളിലുള്ളത്. അയ്യോ എനിക്ക് വേണ്ട, ഐ ഡോണ്ട് ലൈക്ക്. അനൂപിന്റെ മോൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയിട്ടുണ്ട്, വീണ്ടും പോയിട്ടുണ്ട്. ആ മൂന്നാമത്തോട്ടോ. ഫ്രണ്ട്സ്, അടുത്ത് നമ്മൾ കുഞ്ഞൂസിനെ ക്ലൈംബിംഗ് ടവറിൽ കയറ്റാൻ പോവാട്ടോ. വെയിറ്റ് ചെയ്യും മുത്തേ, അവര് വിളിക്കും. വെയിറ്റ് കുഞ്ഞു, എക്സൈറ്റഡ്? ഫുള്ള് ക്ലൈംബ് ചെയ്യുവാണ്. കേറ് കേറ്. ആ പോട്ടെ പോട്ടെ. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ആ വെൽ ഡൺ, വെൽ ഡൺ, വെൽ ഡൺ. കയറിക്കോ കയറിക്കോ. മതി എന്നാ, നീ കൈവിട്ടോ, പതുക്കെ ഇങ്ങ് വരും. ആ അങ്ങനെ പതുക്കെ. ആ അത്രേ ഉള്ളു. ഗുഡ് ബോയ്. ഇനി ട്രൈ ചെയ്, ഇനി ട്രൈ ചെയ്. കമോൺ, അപ്പ് അപ്പ് അപ്പ്. ആ പോട്ടെ 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 പോട്ടെ. ഗുഡ് ഗേൾ. കയറിക്കോ കയറിക്കോ കയറിക്കോ. ആ ആ ആ പോട്ടെ പോട്ടെ. കൊള്ളാം പരിപാടി കേട്ടോ. അടുത്ത കുഞ്ഞൂസ് കയറുവാണേ. കയറിക്കോ കയറിക്കോ. അങ്ങനെ ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ. ഈ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യ്, ഓരോന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യ്. അങ്ങനെ ഗുഡ് ഗേൾ, വെൽ ഡൺ. കേറിക്കോ കേറിക്കോ. ആ നീ വീഴത്തില്ലടി, വീഴത്തില്ല. ഇത് സ്വിങ് പോലെ കണ്ടോ, സ്ലോയിലേ താഴെ വരത്തുള്ളൂ. കേറിക്കോ. പോകത്തില്ല. നമുക്ക് ഇങ്ങനെ താഴെ വന്ന് നിക്കാൻ ഭയങ്കര ഇഷ്ടമാ. കണ്ടോ, ഒത്തിരി പോയാൽ അടിപൊളിയായിട്ട് സ്വിങ് ചെയ്ത് വരാം. ഫ്രണ്ട്സ്, അടുത്ത ലച്ചുവിന്റെ സാഹസികതയാണ് കേട്ടോ. ഇത് കുറച്ചുകൂടെ സ്റ്റീപ്പാന്ന് തോന്നുന്നു ഇവിടെ. ഓ മൈ ഗോഡ്. ആ ബോഡി വെയിറ്റ് വെച്ചാ കയറുന്നു. പോട്ടെ പോട്ടെ. കേറുവാ മമ്മി? ഭയങ്കരമായിട്ട് കേറുവാ? കൊള്ളാവോ? നോക്കട്ടെ, ഓൾമോസ്റ്റ് എത്താറായെന്ന്. ഓ മൈ ഗോഡ്. ഇവിടെ കയറാൻ പാടാടി, ഈ സൈഡ്. ഇത് കുറച്ചുകൂടെ സ്റ്റീപ്പാ. എങ്ങനെ ഇറങ്ങും? നീ അങ്ങ് വിട്ടിട്ടങ്ങ് ചാട്, വിട്ടിട്ടങ്ങ് ചാട്, വിട്ടിട്ട് ചാടറി. വിടങ്ങ് കൈ. ആ ഒന്നുകൂടെ കയറ്.